ഹ്യൂസ്റ്റൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ അയ്യപ്പ സന്നിധാന മകരവിളക്ക് ആഘോഷങ്ങൾ സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. ഹ്യൂസ്റ്റൺ നഗരത്തിലെ നിരവധി ഭക്തജനങ്ങൾ ആഘോഷത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റ് ശശിധരൻ നായർ സന്ദേശം നൽകി. ഞാൻ പൂർണിമ മദലകത്ത്, കൈരളി TV ന്യൂസിന് വേണ്ടി ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഹ്യൂസ്റ്റണിലെ അയ്യപ്പ സന്നിധിയിൽ വെച്ച് ഇന്ന് നടന്ന മകരവിളക്ക് ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്. മകരവിളക്കേ മകരവിളക്കേ മലയിലെ ദിവ്യ മണിവിളക്കേ മഹിയിലെ മഞ്ജുള മണിവിളക്കേ മകരവിളക്കേ വിളക്കേ മകരവിളക്കേ മകരവിളക്കേ മലയിലെ ദിവ്യ മണിവിളക്കേ മഹിയിലെ മഞ്ജുള മണിവിളക്കേ മകരവിളക്കേ വിളക്കേ മകരക്കുളിരിൽ മലകൾ നിരത്തി മഞ്ഞിൻ പാളികൾ കർപ്പൂരം മകരക്കുളിരിൽ മലകൾ നിരത്തി മഞ്ഞിൻ പാളികൾ കർപ്പൂരം മായാസുതനായി കർപ്പൂരം പ്രഭാതരശ്മികൾ കുത്തി നിറുത്തി പൊന്നിൻ ചന്ദന തിരികൾ പ്രഭാതരശ്മികൾ കുത്തി നിറുത്തി പൊന്നിൻ ചന്ദന തിരികൾ പൊന്നിൻ ചന്ദന. പാടുമുള്ള ഹൈന്ദവർ സനാതനധർമ്മത്തിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് മകരജ്യോതി തെളിയിക്കുന്ന ഈ അവസരത്തിൽ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് ഭക്തരോട് പറയാനുള്ളത്? ലോകം എമ്പാടുമുള്ളതായ ഹൈന്ദവ ജനതകൾ ഈ മകരജ്യോതി മകരസംക്രാന്തി ആഘോഷിക്കുമ്പോൾ അമേരിക്കയിലുള്ളതായ മലയാളികൾ, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലുള്ള മലയാളികളും ഇന്ന് വളരെ ഗംഭീരമായി ഇത് ആഘോഷിച്ചു. ഏതാണ്ട് ഒരു 400-ൽ പരം ആൾക്കാർ ഈ തണുപ്പും പിടിച്ച് ഇവിടെ വന്ന് ലക്ഷാർച്ചനയാണ് ഞാൻ 100 പേരെയാണ് പ്രതീക്ഷിച്ചത്. ഇത്രയും പേരിവിടെ വന്ന് ഈ പരിപാടി വിജയിപ്പിച്ചതിന് ഇവിടുത്തെ ഭക്തജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. അത് സാക്ഷാൽ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇത് ഇവിടെ മകരജ്യോതി തെളിയിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എപ്പോഴും പാലിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ്, ഹിന്ദു സമൂഹമാണ് ഈ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിലുള്ളത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇത്രയും ആൾക്കാരുടെ വന്നതും ഈ പരിപാടി വിജയിപ്പിച്ചതും. അതിന് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിലും ഇതിലും ഭംഗിയായിട്ട് നാം പല പരിപാടികളും ആവിഷ്കരിക്കുന്നുണ്ട്. അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദങ്ങളും സഹായങ്ങളും ഈ അമ്പലത്തിനും ഇത് നമുക്ക് വേണ്ടിയും നിങ്ങൾ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ ബോർഡിലിരുന്ന താങ്കൾക്ക് ഇവിടുത്തെ കർമ്മ പദ്ധതികളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആദ്യം ഗുരുവായൂരപ്പൻ്റെ പേരിൽ നമസ്കാരം. അമ്പലത്തിൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിവക്ഷേത്രം മുതൽ ഒരുപാട് ആക്ടിവിറ്റീസ് അമ്പലത്തിൽ നടന്നിട്ടുണ്ട്. ഉത്സവം ആയാലും 12 ദിവസത്തെ ഉത്സവം നടത്തുന്നുണ്ട്. പ്രവാസി മലയാളികളെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ കൊണ്ടെത്തിക്കാനും ഒരുപാട് പേരിൽ നിന്ന് ദൈവത്തിൻ്റെ പേരിൽ കോൺട്രിബ്യൂഷൻസ് പല ധനസഹായങ്ങൾ ഇൻക്ലൂഡിങ് പ്രളയമുണ്ടായപ്പോൾ പോലും ധനസഹായ ശേഖരണം അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിനും വേണ്ടി